നമസ്കാരം. ജാതക കഥകളിലെ 74-ാമത്തെ കഥ ഇറച്ചി തേടിയ കുടിയൻ. ഗ്രാമത്തിലെ ഉത്സവരാത്രി. ജനങ്ങളെല്ലാം ഉത്സവലഹരിയിലാണ്. പലരും മദ്യപിച്ച് വെളിവുകെട്ട് ആടിപ്പാടി നടക്കുന്നു. കുടിയന്മാരുടെ കൂടുതൽ കൊണ്ട് മദ്യശാലകളിലെല്ലാം ഇറച്ചി തീർന്നു. മദ്യം ഇനിയും തീർന്നിട്ടില്ല. അപ്പോഴാണ് ഒരു കുടിയൻ കള്ളുകടയിൽ ചെന്ന് ഇറച്ചി ചോദിച്ചത്. ഇറച്ചിയെല്ലാം തീർന്നു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ബോധ്യമായില്ല. അയാൾ നിർബന്ധം തുടർന്നു. അപ്പോൾ കള്ളുകച്ചവടക്കാരൻ പറഞ്ഞു, എവിടെ നിന്നെങ്കിലും ഇറച്ചി കൊണ്ടുവന്നാൽ വേവിച്ച് തരുന്ന കാര്യം ഞങ്ങളേറ്റു. അത് കേട്ട കുടിയൻ ഇറച്ചി തേടി പുറപ്പെട്ടു. അയാൾ നേരെ ചുടുകാട്ടിലേക്കാണ് പോയത്. ഒരു വടിയും എടുത്തിരുന്നു. അവിടെ കുറുക്കന്മാരുണ്ടാവും. ഒന്നിനെ തല്ലിക്കൊന്നാൽ കുശാലായി. അയാൾ ചുടുകാട്ടിൽ ചെന്ന് കയ്യിൽ വടിയുമായി ശവം പോലെ അനങ്ങാതെ കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം കുറുക്കന്മാർ അവിടെ എത്തി. ഒരു ശവം കിടക്കുന്നത് കണ്ട് അവർ ആർത്തിയോടെ അടുത്തു ചെന്നു. കുറുക്കന്മാരുടെ നേതാവ് ബോധിസത്വനാണ്. ശവത്തിൻ്റെ കയ്യിൽ വടി കണ്ടപ്പോൾ അവന് സംശയം തോന്നി. അവൻ ആകപ്പാടെ ആ ശവത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ആരെങ്കിലും കൊണ്ടുവന്ന് കിടത്തിയ ശവത്തിൻ്റെ ലക്ഷണമില്ല. കയ്യിലൊരു വടി മുറുകെ പിടിച്ചിട്ടുമുണ്ട്. അവൻ കൂട്ടുകാരോട് പറഞ്ഞു, ചങ്ങാതിമാരെ, ഇയാൾ ചത്തിട്ടില്ല. നിങ്ങൾ അല്പമൊന്ന് പുറകിൽ നിൽക്കൻ, ഞാനൊന്ന് പരീക്ഷിച്ചിട്ട് വരാം. ബോധിസത്വൻ കുടിയൻ പിടിച്ചിരുന്ന വടിയുടെ മറ്റേ തലയ്ക്കൽ ഒന്ന് കടിച്ചു. കുടിയനാവട്ടെ അപ്പോൾ വടിയിൽ ഒന്നുകൂടി പിടിമുറുക്കി. പിടിവിട്ടാൽ അടിക്കാൻ പറ്റില്ലല്ലോ. ശവമാണെങ്കിൽ പിടിമുറുക്കുകയില്ല. ബോധിസത്വന് അപകടം ബോധ്യമായി. അവൻ പെട്ടെന്ന് പുറകോട്ട് മാറി വിളിച്ചു പറഞ്ഞു, വിഡ്ഢി, മരിച്ച പോലെ കിടക്കാനും നിനക്കറിഞ്ഞുകൂടാ. ശവത്തിനുണ്ടോ പിടിമുറുക്കാനുള്ള ബലം? ഞങ്ങളെ വിഡ്ഢിയാക്കാൻ വന്ന നീ തന്നെ വിഡ്ഢി. എന്നിട്ട് കുറുനരികൾ സ്ഥലം വിട്ടു. കുടിയൻ ഇളിഭ്യനായി അവിടെ തന്നെ കിടന്നു. നന്ദി.